والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله ما شاء الله لا يسوق الخير إلا الله بسم الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله ما كان من نعمة فمن الله بسم الله ما شاء الله كان ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم توسلت بالحي القيوم الذي لا يموت وابدا نفعت ونسوى بألف ألف لا حول ولا قوة إلا بالله العلي العظيم قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العلي العظيم കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബുൽ വറാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടുകൂടെ സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടെ ഒരുമിക്കുവാൻ നമുക്ക് ഇവർക്കും നസീബ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും റബ്ബ് തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, എല്ലായിടത്തും സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് സ്ത്രീകളായ ആളുകൾ സിനിമാ മേഖലകളിൽ അനുഭവിക്കുന്ന പീഡനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഈത്തപ്പനത്തോട്ടങ്ങളുടെയും മുന്തിരി വള്ളികളുടെയും ഹരിത ചാമ്പലങ്ങൾക്കിടയിൽ പരിശുദ്ധമായ മദീനയുടെ മരുപ്പറമ്പിൽ ഇരുന്ന് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റിയും സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയും പ്രവാചകർ പറഞ്ഞ അധ്യാപനങ്ങൾ ഇന്ന് ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തേക്ക് പടച്ചപ്പോൾ സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് ആദം നബിയുടെ വാരിയലിൽ നിന്നുകൊണ്ട് ക്ലോണിംഗ് പോലെയുള്ള പ്രത്യേകമായ സംവിധാനത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹവ്വാ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും മാനവിക കുലത്തിന്റെ ആദ്യത്തെ ഉമ്മയെ പടച്ചപ്പോൾ ആദ്യമായി ഒരു പെണ്ണിനെ കണ്ട മാത്രയിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രത്യേകമായ ഒരു അടുപ്പം ഉണ്ടാവുകയും ഹവ്വാ എന്ന് പറയുന്ന സ്ത്രീയോട് ആദമിന് ഒരാകർഷണം ഉണ്ടാവുകയും ചെയ്തു. അന്ന് തുടങ്ങിയതാണ് പെണ്ണിനെ കാണുമ്പോൾ ആണിനുണ്ടാകുന്ന ആകർഷണം. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
المؤمنات يغضضن من أبصارهن ويحفظن فروجهن എന്ന് സൂറത്തുൽ നൂറിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചതുപോലെ അതുകൊണ്ട് തന്നെ അന്യ പെണ്ണുങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞപ്പോൾ ഒരു പെണ്ണിനെ കാണുന്ന സമയത്ത് ഒറ്റ നോട്ടം നോക്കാം. ഇനി ആ ഒറ്റ നോട്ടം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കുറേ നേരം നോക്കിയിരിക്കുക, അങ്ങനെ മസാല ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും മസാലേനെ നമ്മൾ മസാല ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒറ്റ നോട്ടം എന്ന് പറഞ്ഞാൽ ആളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു നോട്ടം നോക്കുക, അല്ലാതെ ഇങ്ങനെ കുറേ നേരം നോക്കി എന്നിട്ട് ഞാൻ ഒറ്റ നോട്ടം നോക്കിയെന്നുള്ളതല്ല. അപ്പം എന്താവും? അത് ഇബ്ലീസ് നമ്മളൊക്കെ വഴിതെറ്റിക്കും. അതുകൊണ്ട് തന്നെ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ നോട്ടത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആണുങ്ങളോട് പറഞ്ഞു, പെണ്ണുങ്ങളോട് പറഞ്ഞു, കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന സൂറത്തുൽ അഹ്സാബിൽ കാണാം. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളോടും അതുപോലെ യാ അയ്യുഹൻ നബിയോ പ്രവാചകരെ കുല്ലി അസ്വാജിക അവിടുത്തെ ഭാര്യമാരോട് കൽപ്പിക്കുക, വബനാതിക അവിടുത്തെ മക്കളോട് കൽപ്പിക്കുക, വനിസാഇൽ മുഅ്മിനീന ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളോടും മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോട് കൽപ്പിക്കുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന നിങ്ങളുടെ മൂടുപടലങ്ങളെ ജിൽബാബ്, ജലാബീബ് എന്ന് പറഞ്ഞാൽ അത് ജിൽബാബിനെ പറ്റി മൂടുപടലത്തെ പറ്റിയാണെന്ന് മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോ പെണ്ണുങ്ങളോട് അങ്ങനെ ശ്രദ്ധിക്കുവാനും ആണുങ്ങളോട് നോട്ടത്തെ സൂക്ഷിക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കുകയാണ്. കാരണം അന്യവാണും പെണ്ണും ഒരുമിച്ച് കൂടുന്ന സമയത്ത് പിശാച് വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം എന്ന് പറയുന്ന കണ്ണ് കാണാത്ത സഹാബി വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുസ്ലിം ബീവിയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള പ്രവാചകന്റെ മറ്റ് ഭാര്യമാരും കുടുംബങ്ങളുമുള്ള സമയത്ത് കണ്ടറിയാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം എന്ന് പറയുന്ന മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ബിലാലുൽ മുഅദ്ദിൻ ഒന്നാമത്തെ മുഅദ്ദിനാണെങ്കിൽ രണ്ടാമത്തെ മുഅദ്ദിൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ആയിരുന്നു. തഹജ്ജുദിന് വേണ്ടിയിട്ട് കണ്ടറിയാത്ത സഹാബി പള്ളിയിൽ വന്നിട്ട് ബാങ്ക് വിളിക്കുമായിരുന്നു. ആ ബാങ്ക് ഇന്നും മദീനത്തെ പള്ളിയിൽ ചെന്നാൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുവെങ്കിൽ കണ്ടു കാണാത്ത സഹാബി വീട്ടിലേക്ക് കടന്നു വന്നപ്പോ അവിടെ തന്നെ നിന്ന ഭാര്യമാരോട് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ എന്തേ ഇവിടെ നിൽക്കുന്നത്? സാധാരണ അന്യപുരുഷന്മാരെ കടന്നു വരുമ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് കയറി പോകാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ നബിയെ, അവര് കണ്ണ് കാണാത്തവരല്ലേ, അബ്ദുല്ലാഹ്ക്ക് കണ്ണ് കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് കണ്ണ് കാണാമല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏതൊരു തെറ്റിലേക്കും നമ്മെ നയിക്കുന്നത് സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തെ മാറ്റുവാനാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പർദ്ദയെ പോലെയുള്ള പരിശുദ്ധമായ വസ്ത്രത്തെ ഖുർആൻ പറഞ്ഞ ജിൽബാബ് മിൻ ജലാബീബിഹിന എന്ന് പറഞ്ഞ അതിന്റെ ജംആണ് ജിൽബാബ്. ആ ജിൽബാബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ വസ്ത്രധാരണം അഥവാ പർദ്ദയിടുവാൻ, ശരീരം മുഴുവനും മറച്ചു നടക്കുവാൻ വേണ്ടിയിട്ട് ഖുർആൻ കൽപ്പിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലിബറലിസം തലക്ക് പിടിച്ച ആളുകൾ, ഫ്രാൻസിൽ നിന്നുകൊണ്ട് ഉത്ഭവിച്ച ലിബറലിസം അത് ലോകത്താകെ പ്രചരിപ്പിക്കുന്ന ആളുകൾ തന്നെ അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നുവെങ്കിൽ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ആളുകളെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്ന ആളുകൾ തന്നെ ഇന്ന് അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നുവെങ്കിൽ, അതിന്റെ പേരിൽ കുണ്ഠിതപ്പെടുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ശ്രീ ചിത്തിര പെരുന്നാൾ ഹാളിൽ ശുചിത്വ കേരളം എന്ന പരിപാടിയിൽ വെച്ചുകൊണ്ട് അമേരിക്കൻ സിറ്റിസണുള്ള മലയാളത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസ് അന്ന് അവിടെ പ്രസംഗിച്ചത് നമ്മളൊക്കെ ഇന്ന് ഓർക്കുന്നുണ്ടാവും.
സ്ത്രീകളുടെ വസ്ത്രധാരണം മാറ്റേണ്ടതുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വരുന്നത് കൊണ്ടാണ് ആണുങ്ങൾ കയറി പിടിക്കുന്നത്, ഇവിടെ ബലാത്സംഗങ്ങളും അതുപോലെ പീഡനങ്ങളും അധികരിക്കുന്നതെന്ന് അന്ന് യേശുദാസ് ശ്രീ ചിത്തിര പെരുന്നാൾ ഹാളിൽ വെച്ചുകൊണ്ട് ശുചിത്വ കേരളം പരിപാടിയിൽ വന്ന് സംസാരിച്ച സമയത്ത് ഇവിടെയുള്ള ഫെമിനിസ്റ്റുകളായ ആളുകൾ ഇവിടെ ഇന്ന് നടിമാർ ആക്രമിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ, പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ഉദ്ഘോഷിക്കുന്ന മാധ്യമങ്ങൾ അന്ന് ചെയ്തത് ആ മനുഷ്യനെ എത്രമാത്രം ക്രൂശിക്കാൻ പറ്റുമോ അത്രമാത്രം ക്രൂശിക്കുകയും വിമർശിക്കുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലേക്ക് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതയിലേക്ക് ധരിക്കുന്നതിൽ വസ്ത്രധാരണത്തിന് വലിയ ഒരു പങ്കുണ്ട്. ഈജിപ്തിലെ തവക്കുൽ കിർമാൻ നമുക്ക് ഓർമ്മയുണ്ടാവും. നോബൽ സമ്മാന നേതാവായ തവക്കുൽ കിർമാൻ ആ നോബൽ സമ്മാനം കിട്ടിയ സമയത്ത് ഈജിപ്തുകാരെ അവരോട് ചോദിച്ചു, നിങ്ങൾ നോബൽ സമ്മാന ജേതാവല്ലേ, എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ പന്ത ധരിച്ചുകൊണ്ടാണോ നടക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അവര് പറഞ്ഞ മറുപടിയുണ്ട്, മനുഷ്യന്റെ ഡാർക്ക് ഏജ് യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇരുണ്ട കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ വസ്ത്രം കണ്ടുപിടിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ തങ്ങളുടെ ശരീരത്തിന്റെ പൃഷ്ഠഭാഗങ്ങൾ ഇലകൾ ഉപയോഗിച്ച് മറച്ച ഒരു കാലഘട്ടം മനുഷ്യനുണ്ടായിരുന്നു. പിന്നെ ശിലായുഗത്തിലേക്ക് കടന്നു വന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, തവക്കുൽ കിർമാൻ പറയുകയാണ്, അന്നത്തെ ആ കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് തങ്ങളുടെ ശരീരം മറക്കാൻ കഴിയുന്ന രൂപത്തിൽ അവർ മറച്ചുകൊണ്ടായിരുന്നു ജീവിച്ചത് അന്നത്തെ പെണ്ണുങ്ങൾ. പിന്നീട് കാലഘട്ടം ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ശരീരം മറക്കുവാൻ ഉതകുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം നടത്തുമ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ നാണമില്ലേ എന്ന് തവക്കുൽ കിർമാൻ മാധ്യമങ്ങളോട് ചോദിച്ച സമയത്ത് അന്ന് ഉത്തരവുണ്ടായില്ലെങ്കിൽ ശരീരത്തിന്റെ പൃഷ്ഠഭാഗങ്ങൾ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വിഘ്നിയും മറ്റും ഇട്ടുകൊണ്ട് അവരോട് ചോദ്യം ചോദിക്കാൻ വന്ന മാധ്യമ പട തന്നെ നാണം കിട്ടുപോയെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞു, ഫീ ബുയൂതിഹിന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണിന് ഉത്തമം അത് വീട് തന്നെയാണ്. അത്യാവശ്യങ്ങൾക്ക് പുറത്തു പോകാം പെണ്ണിന്, അവളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് പുറത്തു പോകാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നതിന് എതിരായിരുന്നില്ല, യുദ്ധത്തിന് പോകുന്നതിനോ മറ്റു കാര്യങ്ങൾക്ക് പോകുന്നതിനോ എതിരായിരുന്നില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആണുങ്ങള് അന്യപുരുഷന്മാരായ ആളുകൾ നിങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ നിങ്ങൾ വസ്ത്രധാരണം നടത്തരുത്, അവരുടെ മുന്നിലൂടെ നടക്കരുത് എന്നായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പെണ്ണ് ജനിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന് മുച്ചൂടും കൊഴിച്ചു മൂടുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരുടെ മുഖമങ്ങ് മാറുകയാണ്. പിന്നെ അവർക്കൊരു അഭിമാനത്തിന്റെ പ്രശ്നമായി മാറുന്നു. ദുരഭിമാനം മൂലം അവർ ആ പെൺമക്കളെ കുഴിച്ചു മൂടുകയാണ്. മണ്ണിന്റെ ഉള്ളിലേക്ക് കുഴിച്ചു മൂടുന്നു. അല്ലാഹു തആല പറയുകയാണ്, നാളെ നിങ്ങൾ കുഴിച്ചു മൂടിയ മക്കള് അവർ അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് ആരാണ് കൊന്നത്, ജീവിക്കാനുള്ള അവകാശത്തെ ആരാണ് തടഞ്ഞതെന്ന് നാളെ ചെറിയ പിഞ്ചിളം കുരുന്നുകൾ വന്നുകൊണ്ട് ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് മറുപടി പറയുക എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ച സമയത്ത് ഒരാൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. പ്രവാചകർ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ റസുഖിൽ ഇസ്ലാമ ബിദിഹിയത്തിൽ ഖൽബി, അല്ലാഹുവേ ദിഹിയത്തുൽ
കൽബിനെ കൊണ്ട് ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ആരാണ് ദഹിയത്തുൽ ഖൽബി എന്നറിയുമോ? 800ഓളം വരുന്ന ഗോത്രങ്ങളുടെ നേതാവാണ്, 800ഓളം വരുന്ന ഗോത്രങ്ങളുടെ തലവനാണ്. അദ്ദേഹം മുഖേന ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നാളെ കിഴക്കൻ ചക്രവാളത്തിൽ നിന്നുകൊണ്ട് അർക്കൻ ഉദിച്ചു കഴിഞ്ഞാൽ ഒരാൾ അവിടുത്തെ സമീപത്തേക്ക് വരും നബിയേ. അത് ദഹിയത്തുൽ ഖൽബിയാണ്, അദ്ദേഹം മുസ്ലിമാകാൻ വരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷം വന്നു. റസൂലുള്ള പുതച്ചിരുന്ന പുതപ്പെടുത്തുകൊണ്ട് ദഹിയത്തുൽ ഖൽബി സ്വീകരിക്കാൻ വേണ്ടി വിരിച്ചോ. റസൂലുള്ള സ്വീകരിച്ചിരുത്തി. ആ സമയത്ത് ദഹിയത്തുൽ ഖൽബി റസൂലുള്ളാഹിന്റെ പുതപ്പിലിരിക്കാതെ ആ പുതപ്പെടുത്തുകൊണ്ട് മുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് തന്നെ കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഇതിൽ ഇരിക്കാൻ അർഹനല്ല. എന്നിട്ട് ഹബീബായ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മുസ്ലിമായി, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് നബിയേ. ഞാൻ ജനിച്ച ഈ കാലഘട്ടത്തില്, ഞാൻ ജീവിച്ച ഈ കാലഘട്ടത്തില് അങ്ങ് കടന്നു വരുന്നതിന് മുമ്പ് നബിയേ, 600ഓളം വരുന്ന പെൺകുട്ടികൾ, എന്റെ 800ഓളം വരുന്ന ഗോത്രങ്ങളിൽ പിറന്ന 600ഓളം പെൺകുഞ്ഞുങ്ങൾ, ആ പെൺകുഞ്ഞുങ്ങൾ ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ അത് അഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് അവരെ ഞാൻ കുഴിച്ചു മൂടാൻ വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുണ്ട് നബിയേ. കാരുണ്യത്തിന്റെ കരകാണാക്കടലായ റസൂലുള്ളാഹിന്റെ മുഖം അപ്പോ വിവരണമാവുകയാണ്. ഫതഗയ്യറ വജ്ഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്ക് ദേഷ്യം വന്നു. കാരണം ഒരാളെ രണ്ടാളൊന്നുമല്ല, 600 കുട്ടികളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന് കണ്ടിട്ട് 600 പെൺകുട്ടികളെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത ദിഹിയത്തുൽ ഖൽബി എന്ന് പറയുന്ന മനുഷ്യൻ വന്നുകൊണ്ട് വിലപിക്കുന്ന സമയത്ത് പ്രവാചകരുടെ മുഖം അങ്ങ് ദേഷ്യം കൊണ്ട് തുടുത്തു. അല്ലാഹുവിന്റെ റസൂൽ മുഖം തിരിച്ചുകൊണ്ട് മാറി നിന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഇന്നൽ ഇസ്ലാമ യഖ്ദിമു മാ കാന ഖബ്ലഹു. നബിയേ, ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ, തെറ്റുകളെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞിട്ട് ദഹിയത്തുൽ ഖൽബിക്ക് മാപ്പുണ്ടെന്ന് പറഞ്ഞു വിടുകയാണ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, 600ഓളം പെൺകുട്ടികളെ കൊന്നൊടുക്കി. ഇന്നും കഅബാലയത്തിന്റെ മുറ്റത്ത് ക്ലോക്ക് ടവറിന്റെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നേരെ വലതുഭാഗത്തേക്ക് നടന്നു കഴിഞ്ഞാൽ അറബിൽ നിന്നുകൊണ്ട് കിങ് ഫഹദ് ഗേറ്റിലൂടെ ബാബ് ഫഹദിലൂടെ മുമ്പിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വലതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അതിനോട് ചേർന്നുകൊണ്ട് ഒരു പറമ്പ് കാണാം. അവിടെയായിരുന്നു മക്കയിൽ ജനിച്ചിരുന്ന മുഴുവൻ പെൺകുട്ടികളെയും കൊണ്ടുപോയി കുഴിച്ചു മൂടിയിരുന്നത്. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സമുദ്ധരിച്ചുകൊണ്ട് പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് വലിയ നന്മയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ബറക്കത്താണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലു വജായൗമൽ ഖിയാമത്തി അന വഹുവ വദമ്മ അസ്വാബിഹു. നബിതങ്ങൾ തന്റെ 2 കൈകൾ ഇങ്ങനെ നീട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആർക്കെങ്കിലും 2 പെൺകുട്ടി ജനിച്ചു, എന്നിട്ട് ബുലൂഗാകുന്നത് വരെ, പ്രായപൂർത്തിയാകുന്നത് വരെ ആ കുട്ടിയെ വളർത്തി വലുതാക്കി സംരക്ഷിച്ചു പഠിപ്പിച്ചു എന്നാൽ നാളെ പരലോകത്ത് വരുന്ന സമയത്ത് നബി തങ്ങൾ ഇങ്ങനെ കൈവിരലുകൾ കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഞാനും അവനും ഇതുപോലെ ഈ 2 വിരലുകൾ അടുത്തിരിക്കുന്നത് പോലെ അടുത്തിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലാ തക്റഹുന്നൽ ബനാത്ത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിഷമിപ്പിക്കരുത്, നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. ഫഇന്നഹുന്നൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹുന്നൽ മുഅ്ലിസാത്തുൽ ആലിയാത്ത്, നാളെ പരലോകത്തേക്കുള്ള നിധികളാണ് അവരെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ
ഇന്ന് ലോകത്തുടനീളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് എതിരായ ഇസ്ലാമിന്റെ പ്രചാരകനാണെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അവരൊന്നും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് നേടിക്കൊടുത്തിട്ടുള്ള അവകാശങ്ങളെ പറ്റി പഠിക്കാതെയാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ടും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് വിമർശിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇംഗ്ലണ്ടിലെ 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലാണ് അനന്തരാവകാശത്തിൽ നിയമം, അതിൽ പെണ്ണുങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഈ അടുത്ത 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ മാത്രമാണ് പെണ്ണുങ്ങൾക്ക് അനന്തരാവകാശത്തിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, അതിനുള്ള നിയമം നടപ്പാക്കിയതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം നേടിക്കൊടുത്തതായിട്ട് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുവെങ്കിൽ, ദേവദാസി സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അതായത് സവർണർക്ക് ആസ്വദിക്കാൻ വേണ്ടി അവർണരായ ആളുകൾ അവരുടെ ശരീരം കൊണ്ടുപോയിട്ട് ദാനം ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. 1930 സേതു ലക്ഷ്മി തമ്പുരാട്ടി എന്ന് പറയുന്ന ആ സ്ത്രീ അതിനെതിരെ പോരാടുന്നതുവരെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ദേവദാസി സമ്പ്രദായം. അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ് പോലും പരിശ്രമിച്ചിട്ട് പോലും ഇവിടെ നിന്നുകൊണ്ട് സതി എന്ന് പറയുന്ന ദുരാചാരത്തെ പൂർണ്ണമായും ഇവിടെ നിന്നുകൊണ്ട് എടുത്തു നീക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാടിന്റെ കഴിഞ്ഞ കാല ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ലൂക്കർവാർ എന്ന് പറയുന്ന സഹോദരി രാജസ്ഥാനിൽ ചിതയിൽ ചാടിയിട്ടുകൊണ്ട് മരിക്കുന്ന സമയത്ത് അവരെ പോലെ എത്രയോ സ്ത്രീകൾ സതി എന്ന് പറയുന്ന ദുരാചാരം പോലും, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന്റെ ഭാര്യയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമില്ലാത്ത ഈ നാട്ടിൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ ആക്രോശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളുമായിട്ട് ഫെമിനിസ്റ്റുകൾ കടന്നു വരുന്നത് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നും കർണാടക ജില്ലയിലെ ഷിമോഗ എന്ന് പറയുന്ന സ്ഥലത്ത് നഗ്നപൂജ നടക്കുന്നുണ്ട്. സ്ത്രീകൾ ഉടുതുണിയില്ലാതെ വന്നുകൊണ്ട് നഗ്നപൂജ ചെയ്യുന്ന സ്ഥലം ഇന്നും ഷിമോഗ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങളൊക്കെയാണ് പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ നിന്നുകൊണ്ട് നിഷ്കാസനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും കാണാതെ ഇസ്ലാം അത് പെണ്ണിന്റെ അവകാശങ്ങൾക്കെതിരായിട്ടുള്ള മതമാണെന്ന് പ്രചരിപ്പിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, ഇത്തരം പീഡനങ്ങൾ വരുമ്പോൾ മാത്രം ചാനലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അതിനെതിരെ പറയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിന് എതിരായിട്ടുള്ള ഒരു നടപടികൾ സ്വീകരിക്കാൻ ഇവരാരും തയ്യാറല്ല എന്നുള്ള വസ്തുത ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാതാവാണ്. അതുകൊണ്ട് മാതാവിന്റെ സ്ഥാനം നിങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരു പെണ്ണ് ജനിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നിങ്ങൾ 2 വർഷം മുല കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മുലപ്പാലിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ട് മെരിറ്റാസ് ഷെമിബർഗ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞ അവര് അതിനെ പറ്റിയിട്ട് പഠനം നടത്തിക്കൊണ്ട് പറയുകയുണ്ടായി, സൈക്കോളജിക്കൽ ഫാക്ടർ അണ്ടർലൈൻ ക്രിമിനൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് അവരുടെ പുസ്തകത്തിൽ എഴുതിയതായി കാണാം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ട രൂപത്തിൽ മുലപ്പാല് നൽകിയിട്ടില്ലെങ്കിൽ ആ കുട്ടി ക്രിമിനലായി വളരാനുള്ള സാധ്യത ഏറെയാണെന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിൽ, ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മുടെ കേരളത്തിൽ 53% കുട്ടികൾക്ക് മാത്രമാണ് പൂർണ്ണമായിട്ടും 2 വർഷം പാല് നൽകപ്പെടുന്നുണ്ട്. എന്നാൽ ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലൈസ ഒരു ഉമ്മായുടെ പാലിനോളം അതിനോളം മഹത്വമുള്ള വേറെ ഒന്നും ഈ ലോകത്തിൽ എന്ന് പഠിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ പറഞ്ഞു, ലാ തസ്തറിയുൽ ഹംഖാൽ വൽ അംശാൽ ഫഇന്നൽ ലബന ബഅദിഹി. നിങ്ങൾ
നിങ്ങളുടെ മക്കൾക്ക് അമ്മിന് കൊടുക്കാൻ ഏൽപ്പിക്കുന്നത് അത് നല്ലവരെയായിരിക്കണം, ബുദ്ധിയില്ലാത്തവരെയോ അല്ലെങ്കിൽ ദുസ്വഭാവമുള്ളവരെയോ ആകരുത്. കാരണം അവരുടെ സ്വഭാവം കുട്ടികൾക്ക് പകർന്ന് കിട്ടുമെന്ന് ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം വൽ വാലിദാതു യുർദിഅന, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നൽകുന്ന കൊളസ്ട്രോൾ എന്ന് പറയുന്ന മുലപ്പാൽ ആദ്യം നൽകുന്നത്, അത് നൽകിയില്ലെങ്കിൽ ആ കുട്ടിയുടെ ജനിതക വളർച്ചയ്ക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ട് പറയുകയാണ്, ആന്റി മൈക്രോബൽ ഏജന്റ് അഥവാ ഒരു കുട്ടിയുടെ ജനിതക വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നത് ആ കുട്ടിയുടെ മുലപ്പാലാണെന്ന് കണ്ടെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്ത്രീകളായ ആളുകൾ വന്നുകൊണ്ട് നബി തങ്ങളോട് അന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആളുകൾ യുദ്ധത്തിന് പോകുന്നു, ആളുകൾ ദീനിയായ കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു, അപ്പൊ അവരുടെ പോലെയുള്ള കൂലി ഞങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ച സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ മക്കളെ നോക്കുന്നതിന്റെ പ്രതിഫലം അതിനേക്കാളെല്ലാം അപ്പുറമാണെന്ന്. ഒരു മനുഷ്യൻ തന്റെ ശരീരവും എല്ലാം സമർപ്പിക്കുന്നതിനേക്കാളും അപ്പുറത്തെ പ്രതിഫലമാണ് മാതാവിനെന്ന് പഠിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മാതാവ് അത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ മാതാവായാലും അവൾ ഭാര്യയായാലും ഇനി അവൾ അന്യന്റെ ഭാര്യയാണെങ്കിലും അവളോട് നല്ലതുപോലെ പെരുമാറണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ശ്രീ ശങ്കരന്റെ മാതൃപഞ്ചകം എന്ന് പറയുന്ന ഒരു കവിത കാണാം. തന്റെ പ്രിയപ്പെട്ട മാതാവ് മരണത്തോട് മല്ലിട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ മാതാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം പാടിയ ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് കാണാവുന്നതാണ്. ആസ്താം കവദീയം പ്രസൂതി സമയം ദുർവാര ശുലഭ്യത നൈരുദ്യം ദരുശോഷണം. മാതാവിനോട് പറയുകയാണ്, പ്രിയപ്പെട്ട അമ്മേ, നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടാണല്ലോ എന്നെ പ്രസവിച്ചത്. ആസ്താം കാവതീയം പ്രസൂതി സമേ ദുർവാര ശുലഭ്യത, നിങ്ങൾ ഒരുപാട് വേദന സഹിച്ചല്ലോ. എന്നിട്ട് പറയുകയാണ്, നൈരുദ്യം ദരുശോഷണം, നിങ്ങൾക്ക് നല്ലതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ രുചിയില്ലാന്നിട്ട് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? നിങ്ങളുടെ ശരീരമെല്ലാം ശോഷിച്ചു പോയിട്ടില്ലേ? മലമയി ശയ്യാജ സംവത്സരി ഏക സ്വാമിന ഗർഭധാര എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ച വേദന എത്രയാ, അതിന് പകരം നിൽക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ശങ്കരൻ പറഞ്ഞത് മാതൃപഞ്ചകത്തിൽ ഇന്ന് നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ മാതാവ് അനുഭവിച്ച വേദന, ഒരു സ്ത്രീ അനുഭവിച്ച വേദന ലോകത്തൊരു പുരുഷനും അനുഭവിക്കുന്നില്ല. കാരണം പ്രസവിക്കുന്ന സമയത്ത് മരണത്തിന് തുല്യമായ വേദനയാണ് ഒരു സ്ത്രീ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കണം. ഒരു മനുഷ്യൻ ഏറ്റവും നല്ലവനാണെന്നതിന്റെ തെളിവായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവൻ സ്ത്രീകളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്ത്രീകളോടുള്ള അക്രമങ്ങളും അനീതികളും പീഡനങ്ങളും വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ നമ്മുടെ സ്വന്തം ശരീരങ്ങളെ നമ്മൾ സൂക്ഷിക്കുന്നതോടൊപ്പം സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടുക, അതിന് അവർക്ക് ഇവിടെ നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.